കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനമായി നിങ്ങളുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. താങ്ക് യു അനീഷ് ഫോർ ദ കൈൻഡ് വേർഡ്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദ വർഷിപ്പ് സർവീസ് ആൻഡ് ദ ലീഡിങ് ആൻഡ് ദ മെസ്സേജ് ഓൾസോ വാസ് വെരി ബ്ലെസ്സിങ്. ദൈവകരങ്ങളെ ദൈവം ധാരാളം ഉപയോഗിക്കട്ടെ. പരിശുദ്ധാത്മാവ് അനീഷിനെയും ദൈവകരങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അല്പസമയം നമുക്ക് ദൈവവചന ചിന്തയ്ക്കായിട്ട് വേർതിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവസനിലായിരുന്നാട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും വേർതിരിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തിക്കും വിടുതലിനും കാരണമാക്കി തീർക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം അത് അയച്ച കാര്യം സാധിക്കാതെ മടങ്ങിപ്പോകുന്നല്ല. അതർത്ഥം അതായത് ലെറ്റ്സ് നമ്മളൊരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്താൽ അത് ഷാർപ്പ് എവിടേക്ക് പോയിൻ്റ് ചെയ്തോ അവിടെ തന്നെ കൊള്ളും, അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം. നമ്മെ നോക്കി കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ നടക്കും, അതിനപ്പുറം ഇപ്പുറം മാറ്റം ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ജീവിതത്തിൽ ക്രിയേഷൻസ് നടത്തുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണമേ, ഇന്നെന്നെ വിടുവിക്കണമേ, ഇന്നെന്നെ അനുഗ്രഹിക്കണമേ, ഇന്ന് എന്നോടൊന്ന് ഇടപെടുമാറാകണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നാൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കും. അത് ആര് പറഞ്ഞു എന്നുള്ളതല്ല. നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്, പല കാര്യങ്ങളും ചിന്തിച്ചും ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറയാൻ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരിക്കുന്ന അതേ വിഷയത്തിൽ അവർ പറയുന്ന വാക്യങ്ങൾ, അവരൊരു വാക്യം കാണാതെ പഠിച്ച് വന്ന് പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ആ വാക്യം നമ്മുടെ ജീവിതത്തിൽ ഡെലിവറൻസിന് കാരണമായി തീരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫർമേഷന് കാരണമായി തീരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ആര് പറഞ്ഞാലും വചനം ദൈവത്തിൻ്റെ ആയതുകൊണ്ട്, അത് പ്രവർത്തിക്കാൻ കഴിവുള്ളതായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഡെലിവറൻസ് അയക്കാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ട്രാൻസ്ഫർമേഷൻസ് അയക്കാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വചനം വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് യൂറോപ്പിലെ ആദ്യത്തെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. ഏതാണെന്നറിയാവോ? യൂറോപ്പിലെ ആദ്യത്തെ ചർച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസി ആരാണെന്നറിയാവോ? ഇടിയ മമ്മി പറഞ്ഞ കറക്റ്റാണ്. അപ്പം ഈ ഫിലിപ്പിയയിൽ തൻ്റെ എന്താ പറയുക തടവിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ റോമിൽ തടവിലായിരിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനമാണ്. അതിൽ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും, പിന്നെ അടുത്ത വാക്യം കൂടെ ചേർന്ന് വായിക്കാം. ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രത്യേകത, പൗലോസ് തടവിൽ കിടക്കുകയാണ്. പക്ഷേ ഇവരോട് ഈ ലേഖനം എഴുതുന്ന സമയത്ത് ഈ ഫിലിപ്പിയയിലെ വിശ്വാസികൾ അപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്ന അവരുടെ ഒരു മൂത്ത എൽഡറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ അടുത്ത് പൗലോസിന് വേണ്ട കുറച്ച് സാമ്പത്തിക സഹായങ്ങളൊക്കെ ആയിട്ട് അയച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് അപ്പോസ്തലനായ പൗലോസ് അതിൽ കിട്ടി സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്നൊരു ലേഖനമാണിത്. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പൗലോസ് ഒരിക്കലും തൻ്റെ കഷ്ടതയെ പറ്റിയിട്ടോ സുവിശേഷ നിമിത്തം ജയിലിലായിരിക്കുന്നവരുടെ പരാതി പറയുന്നില്ല. എന്നെ ഇവിടുന്ന് എത്രയും വേഗം വിടുവിക്കണം, എനിക്കിവിടെ കഷ്ടപ്പാടാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പൗലോസ് പറഞ്ഞില്ല. പകരം ഞാൻ തടവിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കും ദൈവവേലയുടെ വർധനവിനും ഈ അവിടെ റോമിലുള്ള അനേകരുടെ വിടുതലിനും കാരണമായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് പൗലോസിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രയാസത്തിൽ കൂടി പോലും അവിടെ ഈ ജനത്തിനൊരു മറുപടി അയക്കുന്ന സമയത്ത് വി ക്യാൻ സീ ഹിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തോടും നന്ദിയുള്ളവനായിരിക്കുന്ന ഒരു പൗലോസ്, തനിക്ക് സഹായം ചെയ്തവരായിരിക്കുന്ന വിശ്വാസികളോടും നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു പൗലോസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എല്ലാം ഇപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ളൊരു ഹൃദയമായിരിക്കണം. ദൈവത്തോട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ടായിരിക്കേണ്ടത്? നമ്മുടെ കർത്താവിനോടാണ്, അല്ലേ? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവല്ലി യാഗമായിരുന്നു, നമ്മളെ വീണ്ടെടുത്തു. എത്ര ധൈര്യത്തോടാണ്
നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നത്. ഈ ലോകത്ത് ഒരു ജാതികൾക്കും ഇത്ര കോൺഫിഡൻസ് ആയിട്ട് അവരുടെ ഒരു ദേവാലയത്തിലും കടന്നു ചെല്ലാൻ കഴിയത്തില്ല. കാരണം നമുക്കൊരു പ്രോമിസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരുമെന്ന്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അഷുറൻസ് തന്നിട്ടുള്ള ഒരു വിശ്വാസികളും നമ്മളെപ്പോലെ ലോകത്തില്ല. അപ്പോൾ ഈ ഒരു ഉറപ്പ് ധൈര്യത്തോടെ നമുക്ക് ഉണ്ടാകുവാൻ കാരണമായി തീർന്ന നമ്മുടെ കർത്താവായ ദൈവത്തോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെ വീണ്ടെടുത്തതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനവധി നന്മകളുണ്ട്, അനവധി സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, നമുക്ക് തന്ന നല്ല ബന്ധങ്ങളുണ്ട്. നമ്മൾ ദൈവത്തോട് അതിന് നന്ദി പറയാറുണ്ടോ? നമുക്ക് തന്ന നല്ല മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയണം. തലമുറകൾക്ക് വേണ്ടിയിട്ട്, നല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, നല്ല സഭയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല ഒരു രാജ്യത്ത് നമ്മളെ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം സമയാസമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമത് നന്ദി ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അതുപോലെ തന്നെ നമ്മെ നടത്തിയ ദൈവദാസന്മാരോടാണ്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും നമുക്ക് എല്ലായ്പ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. പക്ഷേ ഈ പൗലോസ് ലേഖനം എഴുതുമ്പോഴും പൗലോസിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്നറിയാവോ? ഈ വിശ്വാസികളോട് പറയുന്നത് എന്താണ്? അവരുടെ ആത്മീയ വളർച്ചയാണ്. അവർ ക്രിസ്തുയേശുവിൻ്റെ നാളിൽ എങ്ങനെ ഉണ്ടായിരിക്കണം? ദേ ഷുഡ് ബി പ്യുവർ ആൻഡ് ബ്ലെയിംലെസ്. അവർ കുറ്റമില്ലാത്തവരായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ അവർ തികഞ്ഞവരായി തീരണം, അവർ പ്യുവറായി തീരണം, ശുദ്ധരായി തീരണം. അതിന് കർത്താവിൻ്റെ വരവിങ്കിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാളിൽ അവർ ഏറ്റവും പെർഫെക്റ്റ് ലെവലിലേക്ക് ഒരു ക്രിസ്തു എന്ന തലയോളം വളരത്തക്ക രീതിയിലുള്ള ആത്മീയ വളർച്ച അവർ പ്രാപിക്കണം എന്നുള്ളതാണ് പൗലോസിൻ്റെ ആഗ്രഹം. അവിടെ പൗലോസിന് ആഗ്രഹിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി ഉത്തമമായത് അംഗീകരിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ക്രിസ്തുയേശുവിൽ നീതിഫലം തികഞ്ഞവരായി തീരണം. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലും ഒരു അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്കും അപ്രകാരം ഒരു താല്പര്യമുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ, ഇതാ ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൗലോസ്. അപ്പോൾ ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഫലിക്കണം എന്നുള്ള എന്തുണ്ടാവണം? അവർക്കും ഒരു താല്പര്യം ഉണ്ടാകണം, അതുപോലെ ഒന്ന് വളരണമെന്ന്, അല്ലേ? അപ്പോൾ അങ്ങനെ ഈ ദൈവം ആഗ്രഹിക്കുന്ന അളവോളം ഒന്ന് വളരാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെങ്ങനെയാണ് ഇത് വളരുന്നത്? അതിന് മുകളിലേക്കുള്ള നമ്മൾ വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അപ്പം അവിടെ വിശ്വാസികളെ അവരോട് അപ്പോസ്തലനായ പൗലോസ് കാരണം നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ബ്രദർലി ക്രിസ്ത്യൻ ലവ്. എന്താണ് അവിടെ കാണിച്ചിരിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് തടവിൽ കിടക്കുമ്പോൾ പോലും ആ പൗലോസിന് വേണ്ടി കരുതാൻ അവർ കാണിച്ചൊരു സ്നേഹമുണ്ട്. ആ പൗലോസിന് വേണ്ടി ചെലവിടാൻ അവർ കാണിച്ചൊരു സ്നേഹമുണ്ട്. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. പൗലോസ് അവിടുന്ന് യാത്ര പുറപ്പെട്ടു, മറ്റ് പല സ്ഥലങ്ങളിലും സഭയൊക്കെ സ്ഥാപിച്ച് പലയിടങ്ങളിലേക്ക് പോയി, അവസാനം ജയിലിലായി. പക്ഷേ അവിടെ കിടക്കുമ്പോഴും ഇവർ പൗലോസിനെ മറന്നുപോയില്ല. കാരണം അവരുടെ ഉള്ളിൽ ആ സ്നേഹവും ആത്മാർത്ഥതയും അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ബ്രദർലി ലവ്, ഒരു ക്രിസ്ത്യൻ ലവ് നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. വിശ്വാസികൾ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ അവർ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം? അവരുടെ പരിജ്ഞാനത്തിൽ വളരണം, അല്ലേ? ഉത്തമമായ ദൈവത്തിൻ്റെ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. സോ യുവർ ലവ് ഷുഡ് അബൗണ്ട് മോർ ആൻഡ് മോർ വിത്ത് നോളജ് ആൻഡ് ഓൾ ഡിസേൺമെൻറ്റ്. അപ്പോൾ അവിടെ പരിജ്ഞാനത്തിൽ വളരണം, ഡിസേൺമെൻറ്റിൽ വളരണം, അവർ വിവേചനാത്മാവിൽ വളരണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പരിജ്ഞാനത്തിലും ആ ഡിസേൺമെൻറ്റിലും വളർന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ കാലത്ത് അവർക്ക് നീതിഫലം നിറഞ്ഞവരായിട്ട് തീരാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് പ്യുവറും ബ്ലെയിംലെസ്സും ആയിട്ട് തീരാൻ. പ്യുവർ ആൻഡ് ബ്ലെയിംലെസ് എന്ന് പറയുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ വരവെങ്കിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ കുറ്റമില്ലാത്തവരായിട്ട്, അതായത് അവരുടെ വേല തീർത്തും അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ അവർക്ക് ചെയ്യാനുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ കടന്നു ചെല്ലുവാനും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ തക്കവണ്ണം ആ ഒരു വേല പൂർത്തീകരിക്കുന്ന ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് പൗലോസ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നോളജ് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ?
അത് നമ്മുടെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ നോളജ് എന്ന് പറയുന്നത് ലോകത്തിലെ നോളജ് അല്ല, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള നോളജാണ്. അതായത് സ്പിരിച്വൽ നോളജാണ്. ഈ സ്പിരിച്വൽ നോളജ് എന്ന് പറയുമ്പോൾ ദ ഡെപ്ത് ഓഫ് ദ ലോർഡ്, ദ ഡെപ്ത് ഓഫ് ദ സ്പിരിച്വൽ റലം, കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്ത വില, അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹിതവും വിളിയും തെരഞ്ഞെടുപ്പും നമ്മുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനുമുള്ള ആ ഒരു സ്പിരിച്വൽ നോളജാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ നോളജ് നമ്മൾ പ്രാപിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡിസേൺമെൻറ്റ് ഉണ്ടായിരിക്കണം. ഈ ഡിസേൺമെൻറ്റ് എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡോക്കിസോമ എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഡോക്കിസോമ എന്ന് അത് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എക്സാമിൻ യുവർ സെൽഫ്. അത് നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ നോളജ് ദൈവത്തിങ്കിൽ നിന്ന്, അല്ലെങ്കിൽ ആ ആത്മമണ്ഡലത്തിൽ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നോളജ് വിവേകപൂർണമായി നമ്മളത് അപ്ലൈ ചെയ്യണം ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പൗലോസ് അവിടെ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ ദൈവിക ജ്ഞാനം പ്രാപിച്ച് അത് ഡിസേൺ ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ആ ജ്ഞാനം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് വി ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ ദ സ്പിരിച്വൽ ലൈഫ്, വി ക്യാൻ ഗ്രോ ഇൻ ദ സ്പിരിച്വൽ ലൈഫ്, വി ക്യാൻ ബി പ്യൂർ ആൻഡ് ബ്ലെയിംലെസ്. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ക്രിസ്തുയേശുവിൽ നമ്മൾ നീതിഫലം നിറഞ്ഞവരായി തീരേണ്ടത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തിൽ വളരണം, ദൈവസ്നേഹത്തിൽ വളരണമെന്നാണ് അവിടെ പൗലോസ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഇനി ഞാനൊന്ന് പറയട്ടെ, ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എങ്ങനെയാണ് ഈ സ്നേഹിക്കുന്നതിൻ്റെ റിസൾട്ട് എന്താണ്? നമ്മൾ എങ്ങനെയാണ് നമുക്ക് സ്നേഹമുണ്ടെന്ന് അറിയുന്നത്? എങ്ങനെയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആളുകളോട് സ്നേഹമുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വി വിൽ ബി കൺസേൺഡ് അബൌട്ട് ദം, അല്ലേ? നമ്മൾക്ക് അവരെ പറ്റി ഒരു കരുതലുണ്ടായിരിക്കും, അല്ലേ? നമുക്ക് അവരുടെ കാര്യത്തിൽ താല്പര്യം ഉണ്ടായിരിക്കും. അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു ബ്രദർലി ലവാണ്. ഇപ്പം നമുക്ക് കുടുംബത്തിൽ നമ്മുടെ ഓൺ ആൾക്കാരോട് നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കാം, നമ്മുടെ ഭാര്യയെ സ്നേഹിക്കാം, ഭർത്താവിനെ സ്നേഹിക്കാം, വീട്ടുകാരെ സ്നേഹിക്കാം, നമ്മുടെ ജോലിയെ സ്നേഹിക്കാം, നമുക്ക് സ്നേഹിക്കാൻ പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞത് ഒരു ക്രിസ്ത്യൻ ലവ്, അതായത് ദൈവസ്നേഹം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുയേശുവിൽ നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് പരസ്പരം ഒരു കരുതലുണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസികളെന്ന് പറയുന്നവർ പലപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർ. ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു പോലും അവർക്കറിയത്തില്ല. അവർ മറ്റുള്ളവരുടെ കാര്യത്തിലോ, അല്ലെങ്കിൽ സഭയിലെ മറ്റുള്ളവരുടെ കാര്യത്തിലോ, അല്ലെങ്കിൽ ദൈവ രാജ്യത്തെ സംബന്ധിച്ചോ, ദൈവസഭയെ സംബന്ധിച്ചോ, ദൈവവേല സംബന്ധിച്ചോ യാതൊരു തരത്തിലും കൺസേൺഡ് അല്ലാത്ത ആളുകൾ നമ്മുടെ വിശ്വാസികളാണെന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ അവരുടെ ഉള്ളിൽ ആ ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടാണത്. പൂർണ്ണമായി ദൈവം ആഗ്രഹിക്കുന്നതിൽ ഒരു സ്നേഹമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹമുണ്ടെങ്കിൽ നാം ആ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കരുതും, അവരുടെ കാര്യത്തിൽ നമ്മൾ കൺസേൺഡ് ആയിരിക്കും, അവർക്ക് വേണ്ടി നമ്മൾ ജാഗരിക്കും, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ ഈ സ്നേഹമുള്ളിടത്ത് എന്തുണ്ടാകും? അതുപോലെ അവർ തമ്മിൽ ഒരു ബന്ധം പുലർത്തുന്നവരായിരിക്കും. ഇപ്പം എനിക്കൊരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ടിൻ്റെ അടുത്ത് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, പക്ഷേ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്നേഹമുണ്ടെന്ന് പക്ഷേ യാതൊരു ബന്ധവും പുലർത്തും, വല്ലപ്പോഴും ഒന്ന് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് സ്നേഹമാണ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം കംഫർട്ട് ചെയ്യുന്നവരായിരിക്കണം. ഒരു വ്യക്തിയുടെ വിഷയം വന്നു കഴിഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അത് സ്നേഹമല്ല, അല്ലേ? അതുപോലെ തന്നെ നമ്മളവരെ ഇൻസ്പയർ ചെയ്യുന്നവരായിരിക്കണം. ഒരു കാര്യം കണ്ടാൽ നല്ലതാണെന്ന് പറയാനും അവരെ എൻകറേജ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. അവർ വളരുന്നത് കണ്ടാൽ സന്തോഷം തോന്നണം. വേറൊരാളൊരു കാര്യം ഒരു നല്ലതുപോലെ ചെയ്യുന്ന, ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെക്കാൾ അല്പം കൂടെ മാർക്ക് വാങ്ങിയാൽ ക്യാൻ യു അപ്രീഷിയേറ്റ് ദം വിത്ത് യുവർ ഹോൾ ഹാർട്ട്? പറ്റുമോ? പറ്റണം. നമ്മളെക്കാൾ നല്ലപോലെ പഠിക്കുന്നൊരു കുട്ടിയെ കണ്ടാൽ അത് നന്നായിട്ട് നീ പഠിച്ചു, നിനക്ക് നല്ല മാർക്ക് കിട്ടി, വെരി ഗുഡ് എന്ന് പറയാനുള്ളൊരു മൈൻഡ് നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നവരായിരിക്കണം, എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം. ഒരാൾക്കൊരു പരാജയം പറ്റിയാൽ സാരമില്ല, പോട്ടെ, അടുത്ത തവണ നമുക്ക് നന്നായി ശ്രമിക്കാം, യു ക്യാൻ ഡു ബെറ്റർ എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇല്ലായെങ്കിൽ പിന്നെ സ്നേഹം ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അല്ലേ? അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടായിരിക്കണം, അതിനകത്ത് അതിൻ്റെ ആക്ഷൻ ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യണം? മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ വിശ്വാസികൾ തമ്മിൽ അല്ലെങ്കിൽ ദൈവമക്കൾ തമ്മിൽ ഒന്നുണ്ടായിരിക്കണം, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് ചിന്തിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ മ്യൂച്വൽ
റെസ്പെക്റ്റ് ഞാൻ ചിന്തിക്കുക ഞാനാണ് ഏറ്റവും നല്ല മനുഷ്യൻ, ഞാനാണ് ഏറ്റവും നല്ല വിശ്വാസി, എന്നേക്കാൾ കൊള്ളാവുന്നതിന് ആരുമില്ല എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് റെസ്പെക്റ്റ് ഉണ്ടോ? അതിനകത്ത് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടോ? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെല്ലാവരും നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർ തന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് കരുതിക്കൊണ്ടിരിക്കണം, അല്ലേ? അങ്ങനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മ്യൂച്വൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. ഒരിടത്ത് എവിടെയാണോ ഒരാൾക്കൊരു താങ്ങ് ആവശ്യമുള്ളത് അവിടെ ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ, അവിടെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാനോ ഒന്ന് എൻകറേജ് ചെയ്യാനോ നമുക്ക് കഴിയണം. അതാണ് മ്യൂച്വൽ സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും ചില ആൾക്കാർ എനിക്ക് ആരുടെ ഒരു സപ്പോർട്ടും വേണ്ടെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ തന്നെ ചെയ്തോളാം, എല്ലാ കാര്യവും ഞാൻ ചെയ്താലേ ശരിയാവത്തുള്ളൂ, അത് ഞാൻ ചെയ്താലേ എനിക്ക് ആരും എന്നെ സഹായിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകുന്നവരായിരിക്കണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹോണസ്റ്റ് ആയിരിക്കണം. നമ്മുടെ വിശ്വാസികൾ തമ്മിൽ, ദൈവമക്കൾ തമ്മിൽ, എന്താ പറയുക, കുടുംബത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യത്തിലും നമുക്കൊന്ന് ഹോണസ്റ്റായി തീരാൻ സാധിക്കും. ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ, യഥാർത്ഥമായ സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ വി ക്യാൻ ബി ഹോണസ്റ്റ് ആൻഡ് വൾണറബിൾ. നമുക്ക് അല്പമൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാം, അല്ലേ? ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിന് പകരം അല്പമൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാനായിട്ട് നമുക്ക് സാധിക്കണം. അവർക്കും കൂടെ ആവണം, ഒരു കോപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കോൺഫ്ലിക്റ്റ് റെസല്യൂഷൻ, ഇവിടെ നമ്മൾ ഈ ഫിലിപ്പിയ ലേഖനം നമ്മൾ വായിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഇങ്ങനെ പിരികേറ്റി കൊളുത്തിവിടുന്ന ആൾക്കാരുണ്ട്, എന്നാൽ അത് തീർക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് റെസല്യൂഷൻ കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കണം ദൈവമക്കൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ 2 പേര് മക്കൾ തമ്മിൽ, ചേട്ടനും അനിയനും കൂടെ അടി കൂടുകയാണ്. അവർ തമ്മിൽ, അല്ലെങ്കിൽ വീട്ടിൽ മക്കൾ തമ്മിൽ വഴക്ക് കൂടുന്ന സമയത്ത് നമ്മൾ എന്നിട്ട് പറയാം, അല്ലേലും അവൻ ശരിയല്ല, നീ പറഞ്ഞത് കറക്റ്റാ, നിൻ്റെ ചേട്ടൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ചേച്ചി ചെയ്തത് ശരിയായില്ല. ചേച്ചിയോട് എന്നിട്ട് പറയും, നീ അവൻ അങ്ങനെ പറഞ്ഞോ, അങ്ങനെ. ഇത് നമ്മൾ ചെയ്യുമോ? നമ്മുടെ മക്കളെടുത്ത് നമ്മൾ ചെയ്യുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മുടെ മക്കൾ തമ്മിൽ തല്ലുകൂടരുന്ന്. അവർക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറയണം? നീ അല്ലേ മൂത്തത്, നീ ക്ഷമിക്ക് എന്ന് പറയണം. ഇളയവരോട് പറയണം, നീ മൂത്തവരോട് കുറച്ചുകൂടെ റെസ്പെക്റ്റോടെ പെരുമാറണം എന്ന് പറയണം. അതല്ലേ നമ്മൾ പറയാറുള്ളത്, അല്ലേ? ദെൻ വൈ നോട്ട് ഇൻ ദ ചർച്ച്? വൈ നോട്ട് ഇൻ ദ ഓഫീസ്? നമ്മൾ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന, അത് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ സഭയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലേ? അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു കാര്യത്തിലും എല്ലാത്തിലും നമ്മൾ ഇതായിക്കൊണ്ടിരിക്കണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം വന്നാൽ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നവരായി തീരണം നമ്മൾ. അവിടെയാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഒരാളുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സഭയുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരായി തീരണം. അവർക്ക് നമ്മൾ ഏത് രീതിയിൽ അവരെ കംഫർട്ട് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇതായിരിക്കണം ഒരു യഥാർത്ഥ സ്നേഹം, ഒരു ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്മളൊരു കാര്യമുണ്ട്, ഈ ഡിസേൺമെൻ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നന്മ ഏത് തിന്മ ഏതും തിരിച്ചറിയാനുള്ള ദൈവകൃപയും കൂടെ വേണം, അല്ലേ? നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ദൈവകൃപ വേണം. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള ദൈവകൃപ വേണം. അതുപോലെ തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതും റിജക്റ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാനുള്ള ദൈവകൃപ വേണം. അത് ഒരു ഡിസേൺമെൻറ്റും കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കണം. അങ്ങനെ ഒരു സക്സസ്ഫുൾ ആപ്ലിക്കേഷൻ ഓഫ് ദ നോളജ് ആണ് ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ നിലനിർത്തുകയും അവൻ്റെ ജീവിതത്തിൽ അവനെ ഉയർച്ചയിലേക്കും നന്മയിലേക്കും നയിക്കാനായിട്ട് കഴിയുന്നത്. ഈ നോളജ് ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. കിങ് സോളമൻ, ഈ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ്റെ ജീവചരിത്രം നമുക്കറിയാം. ഇതുപോലൊരു ജ്ഞാനിയായൊരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല. ദൈവത്തോട് ചോദിച്ച് ജ്ഞാനം വാങ്ങി, ഭൂമിയിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ജ്ഞാനം പ്രാപിച്ചു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ വന്ന സമയത്ത് ദൈവത്തോട് നേരിട്ട് കണ്ട് സംസാരിക്കുകയും ദൈവത്തിന് നല്ലപ്പാട് പ്രാപിക്കുകയും ചെയ്തൊരു മനുഷ്യൻ, ദൈവത്താൽ ഏറ്റവും അനുഗ്രഹം പ്രാപിച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രാജാവായിരുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും യുദ്ധത്തിന് പോകേണ്ടി വന്നിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. എല്ലാ നിലകളിലും സൗന്ദര്യമുള്ള വ്യക്തിയാണ്, പേഴ്സണാലിറ്റി ഉണ്ട്, നോളജ് ഉണ്ട്. ലോകത്തിൽ അവൻ്റെ കീർത്തി കേട്ട് അനേകർ അവനെ കാണാൻ വന്നു. ആരുടെ പ്രശ്നവും ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ സ്വന്തം പ്രശ്നം വന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവസാനം ദൈവം കൈവിട്ട് കളഞ്ഞു. മനസ്സിലായോ? അപ്പം നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നോളജ് എന്ത് ചെയ്യണം? അത് ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള ഡിസേൺമെൻറ്റും കൂടെ നമ്മൾ പ്രാപിക്കണം.
അതല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാനും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനുമുള്ള ഒരു വില്ലിങ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതിനൊരു ഡെഡിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ശലോമോനെ പോലെ പരാജയപ്പെട്ടു പോകും. ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നോളജ് പ്രാപിക്കുകയും ആ നോളജ് ലൈഫിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നവരായി തീരണം. അതുപോലെ വേറൊരാളാണ് പിന്നെ ശലോമോൻ്റെ മകനായിരിക്കുന്ന റഹബയാം, അല്ലേ? കിങ് റഹബയാം. അപ്പൻ മരിച്ചു കഴിഞ്ഞ സമയത്ത് ശലോമോൻ്റെ കാലശേഷം ഇസ്രായേലിലെ പ്രഭുക്കന്മാരും എൽഡേഴ്സ് എല്ലാവരും കൂടെ വന്നിട്ട് റഹബയാമിനോട് ചെന്ന് പറയുകയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ അപ്പൻ. അപ്പോൾ ഈ നമ്മൾ ബൈബിളിൽ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ശലോമോൻ കുറഞ്ഞ പുള്ളിയൊന്നും അല്ലായിരുന്നു, അതെന്താണെന്നുള്ളത് അവരവിടെ പറയുന്നുണ്ട്. അപ്പോൾ ശലോമോൻ സമ്പത്തൊക്കെ ഉണ്ടാക്കി, കാര്യം രാജാവൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ഇവൻ ശരിക്ക് ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു. ഈ ശലോമോൻ അവിടുത്തെ ജനങ്ങളെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് പുള്ളി ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത ജനങ്ങൾ അവനെ കൊണ്ട് മടുത്തായിരുന്നു സത്യത്തിൽ. ഇങ്ങനെ മടുത്തിരിക്കുന്ന സമയത്താണ് ഇവർ ചെന്നിട്ട് മകൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, നിൻ്റെ അപ്പൻ ഞങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ടാക്സൊക്കെ ഒന്ന് കുറച്ച് തരണം, ഞങ്ങളുടെ ബുദ്ധിമുട്ടും ഞങ്ങളുടെ ഇതൊക്കെ ഒന്ന് കുറച്ച്, ഞങ്ങളുടെ പ്രഷറൊക്കെ ഒന്ന് കുറച്ച് തരണം എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? നിങ്ങൾ പോയിട്ട് നാളെ വാ, ഞാൻ മറുപടി പറയാൻ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ഈ കക്ഷി പിറ്റേന്ന് അവിടെ ചെന്ന്, അപ്പം അപ്പൻ്റെ കാലത്തിൽ അപ്പൻ്റെ പ്രായമുള്ള പരിജ്ഞാനമുള്ള ആൾക്കാരെടുത്ത് ഇവൻ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ ചിലരുണ്ടല്ലോ എല്ലാവരോടും അഭിപ്രായം ചോദിക്കും, പക്ഷേ തൻ്റെ ഇഷ്ടം മാത്രമേ, സ്വന്തം ഇഷ്ടത്തല്ലേ ചെയ്യത്തുള്ളൂ കാര്യങ്ങൾ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അഭിപ്രായം ചോദിക്കുന്ന കേട്ടാൽ തോന്നും, അയ്യോ ഇപ്പം നമ്മൾ പറയുന്ന പോലെ അങ്ങ് ചെയ്തു കളയുന്നു. പക്ഷേ കാര്യം വരുമ്പം തന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തുവാ? പുള്ളി എന്നിട്ട് പ്രായമുള്ള ആൾക്കാരെടുത്ത്, അതായത് അപ്പൻ്റെ പഴയ മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അവർ വരുമ്പം അവരോട് ഇങ്ങനെ പറ, അവർ പറയുന്ന കാര്യത്തിൽ ഞാൻ ഫ്ലെക്സിബിൾ ആവാം, ഞാനത് ചെയ്തു തരാം, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാം എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവൻ എന്ത് ചെയ്തു? ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയിട്ട് ആരെടുത്ത് പോയി? കൂട്ടുകാരെടുത്ത് പോയി. ഈ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് പ്രായമുണ്ട്? അപ്പോൾ ഇവൻ്റെ പ്രായക്കാർ കൂട്ടുകാരെടുത്ത് ചെന്നിട്ട് തൻ്റെ കൂടെ വളർന്ന യൗവനക്കാരെടുത്ത് ചെന്നിട്ട് അവൻ ചോദിച്ചു, ദേ ഇങ്ങനൊരു സംഭവമുണ്ട്, ആൾക്കാർ വന്ന് ചോദിച്ചു, എന്താ പറയണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, എടാവേ അവർ അതും ഇതൊക്കെ ചോദിക്കും, നീ ഇപ്പം സമ്മതിച്ചാൽ നാളെ സമ്മതിക്കേണ്ടി വരും. അവർ പറയുന്ന മുഴുവൻ കേൾക്കാൻ നിന്നാൽ പിന്നെ അതിന് നേരം കാണത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം നിയന്ത്രിക്കാം, ഇപ്പം പിടിച്ചാൽ കെട്ടാം, അല്ലേ? എന്നിട്ട് പറഞ്ഞു, നീ അവരോട് പറ, എൻ്റെ മൈ ലിറ്റിൽ ഫിംഗർ വിൽ ബി തിക്കർ ദാൻ മൈ ഫാദേഴ്സ് തൈ. എൻ്റെ ചെറുവിരൽ എൻ്റെ അപ്പൻ്റെ അരിയേക്കാൾ വണ്ണമുള്ളതായിരിക്കും. എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ഡിസിപ്ലിൻ ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളെ തേളിനെ കൊണ്ട്, സ്കോർപ്പിയോൺസിനെ കൊണ്ട് ഡിസിപ്ലിൻ ചെയ്യും. ഞാൻ നിങ്ങളുടെ ഭാരം കൂട്ടും. പറഞ്ഞ മറുപടിയാ ഇത്. എന്താ അവിടെ സംഭവിച്ചത്? തന്നിഷ്ടം, അഹങ്കാരം, താൻ പോരുമ, അല്ലേ? ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇത് കേട്ടപ്പോൾ ആൾക്കാരെന്ത് പറഞ്ഞു? ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ കാര്യം നോക്ക്, ദാവീദേ നീ നിൻ്റെ ഗ്രഹം നോക്കിക്കൊള്ളുക, ലുക്ക് ആഫ്റ്റർ യുവർ ഓൺ ഹോം ഡേവിഡ് എന്ന് മറുപടി പറഞ്ഞിട്ട് അവരവിടുന്ന് പോയി. സംഭവിച്ചത് എന്താണെന്നറിയാവോ? ഇവൻ്റെ അഹങ്കാരം കൊണ്ട് നിസാര കാര്യം നിസാരമായി സോൾവ് ചെയ്യേണ്ട ഒരു വിഷയത്തിൽ അഹങ്കാരം കാണിച്ചതുകൊണ്ട്, തന്നിഷ്ടം കാണിച്ചതുകൊണ്ട് അവൻ്റെ ആ രാജ്യം, എൻ്റെ കിങ്ഡം ഗോട്ട് സെപ്പറേറ്റഡ് ആൻഡ് ഡിവൈഡഡ്. 12-ൽ 2 മാത്രം കിട്ടത്തക്ക രീതിയിൽ 12-ൽ 10 നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച സംഭവിക്കുകയാണ്. അതിന് കാരണം മറ്റു പലതുണ്ട്. പക്ഷേ അവിടെ വളരെ നിസ്സാരമായിട്ടൊരു അല്പം ഒന്ന് ഫ്ലെക്സിബിൾ ആകാമായിരുന്നെങ്കിൽ, അല്പം ഒന്ന് താഴ്മ, അല്പം സ്നേഹം, ഒരു അല്പം കരുതൽ ഒന്ന് കാണിക്കാമായിരുന്നെങ്കിൽ ഇവൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുമായിരുന്നോ? ഇല്ല. അപ്പം നോളജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പന് നോളജ് ഉണ്ടായിരുന്നു, പക്ഷേ മകനില്ലായിരുന്നു. ഇനി അപ്പൻ നോളജ് ഉള്ള കാലത്ത് പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ സ്വന്തം ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. ഈ നോളജ് കൊണ്ട് പുള്ളി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. സ്വന്തം മകൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാവോ? അവന് നോളജ് ഇല്ലാണ്ടായിപ്പോയി, ഈ നോളജ് അപ്ലൈ ചെയ്യാനും പറ്റാണ്ടായിപ്പോയി. ഉണ്ടെങ്കിലല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവൻ്റെ അരഗൻസ് കാരണം, ഇവൻ്റെ പ്രൈഡ് കാരണം ഹി ലോസ്റ്റ് ഹിസ് കിങ്ഡം. അവൻ വളരെ ഒരു ചുരുങ്ങിയ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണ് കിങ് ജോസിയ. 2 രാജാക്കന്മാരുടെ പുസ്തകം, 2 Kings chapter 22 എന്ന് എടുക്കാം. 2 Kings 21:16.
ഓക്കെ, 22 ചാപ്റ്റർ 22 അല്ല, അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഈ കിങ് ജോസിയ ചാപ്റ്റർ 22 തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട്, ഹി വാസ് 8 year old വെൻ ഹി ബിക്കെയിം ദ കിങ്, അല്ലേ? 22:1 എടുത്തോ, 22:1. അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, 8 വയസ്സായിരുന്നു. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, കിങ് ജോസിയ അല്ലെങ്കിൽ യോശിയ രാജാവായ സമയത്ത് എത്ര വയസ്സുണ്ട്? നമ്മളൊരു പഞ്ചായത്ത് മെമ്പറെ തിരഞ്ഞെടുക്കുമോ 8 വയസ്സുള്ള ഒരാളെ? പോട്ടെ, പള്ളിയിലൊരാളെ തിരഞ്ഞെടുക്കുമോ? പഞ്ചായത്തിൽ പോട്ടെ, അല്ലേ? കാരണം 8 വയസ്സുള്ള ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ 8 വയസ്സുള്ളവൻ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? താഴേക്ക് വായിച്ചു നോക്കണം. 8 വയസ്സ് ഉള്ളവൻ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു. അവൻ്റെ 16ാമത്തെ വയസ്സിൽ അവൻ രാജ്യത്തിൽ ഉണർവ് കൊണ്ടുവന്നു. മനസ്സിലായോ? അവൻ്റെ 8ാം വർഷം അവൻ ആലയം ശുദ്ധീകരിച്ച് ജനത്തെ വിളിച്ചുകൂട്ടി. ഈ രാജ്യത്ത്, അവൻ്റെ ആ രാജ്യത്ത് വലിയൊരു ഉണർവിലേക്ക് ആ ജനത്തെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. 16 വയസ്സേ ഉള്ളൂ. എന്നാൽ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ഇവൻ്റെ അപ്പൻ ആരാ? ആമോൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ രാജാവ്. അവൻ്റെ അപ്പൻ മഹാദുഷ്പ്രവൃത്തിക്കാരനായിരുന്നു. ഇവൻ്റെ വല്യപ്പൻ മനാശ അതിനേക്കാൾ വലിയ പുള്ളിയായിരുന്നു. മനസ്സിലായോ? ഈ വല്യപ്പൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. അവൻ യൂദായിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിഷ്കളങ്ക രക്തം ചിന്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹി ഷെഡ് ദ ഇന്നസെന്റ് ബ്ലഡ് ഫ്രം വൺ എൻഡ് ടു അനദർ ഓഫ് ദ കിങ്ഡം ഓഫ് ജൂഡ. അപ്പോൾ അവിടെ അനേകരുടെ രക്തം ചിന്തിയ ഒരു വല്യപ്പൻ്റെ മകൻ. രണ്ടാമത് കാണുന്ന അവൻ്റെ അപ്പനാണെങ്കിൽ അവന് 22ാം വയസ്സിൽ രാജാവായി 2 വർഷമാണ്. ഈ 2 വർഷം കൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന സർവ്വ കൊള്ളരുതായ്മയും പുള്ളി ചെയ്തു. ഇത്രയും കൊള്ളരുതായ്മ ചെയ്തൊരു വ്യക്തി, ആ വ്യക്തിയുടെ മകനാണ് ഈ പറയുന്ന ജോസിയാവ്. ഈ ജോസിയ 8 വയസ്സിൽ രാജാവായി. അവൻ്റെ ആ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വലിയൊരു പ്രോഗ്രസ്സിലേക്ക് ദൈവം അവനെ കൊണ്ടുവരികയാണ്. ഈ ഇസ്രായേലിലെ യഹൂദയുടെ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 2 രാജാക്കന്മാരാണ് ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന, ദൈവത്തിന് പ്ലീസ് ചെയ്തിട്ടുള്ള 2 രാജാക്കന്മാർ ദാവീദിന് ശേഷം. ആരാണെന്നറിയാമോ? ഹിസ്കിയാവും യോസയും. സോ ഈ 2 രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കിങ് ജോസിയയുടെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ എന്തു ചെയ്യുന്നു? ഇവൻ്റെ 8ാം വർഷം, ഇവൻ 16 വയസ്സായപ്പോഴത്തേക്കും ഒരു രാജ്യത്തെ ദൈവത്തിങ്കിലേക്ക് സമ്പൂർണ്ണമായി മടക്കിക്കൊണ്ടിരുന്ന, ആലയം ശുദ്ധീകരിക്കുകയും ആലയത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. എന്താ കാരണം എന്നറിയാമോ? അപ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ, ഇവർ ഈ ആലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച സമയത്ത് അവന് എന്തുണ്ടായിരുന്നു? അവിടുന്ന് ഒരു പുസ്തക ചുരുൾ കിട്ടി, ഇല്ലേ? ബുക്ക് ഓഫ് ലോ, ന്യായപ്രമാണ പുസ്തകം കിട്ടുകയാണ്. ഇപ്പോൾ ഇത് അവിടുന്ന് കണക്ക് നോക്കാനും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച കക്ഷി ഇത് കിട്ടിയ സമയത്ത് ഇത് കൊണ്ടുവന്നിട്ട് രാജാവിനെ ഏൽപ്പിച്ചു. അത് വായിക്കാൻ പറഞ്ഞു. അത് വായിച്ച് കേട്ട സമയത്ത് എന്താ പറയുന്നത്? ഹി ടോർ ഹിസ് ക്ലോത്ത്. അവൻ തൻ്റെ വസ്ത്രം കീറി ദൈവത്തോട് നിലവിളിക്കുകയാണ്. അന്ന് വരെ അവൻ ഈ ന്യായപ്രമാണ പുസ്തകം കേട്ടിട്ടില്ല. കാരണം ഇവൻ്റെ അപ്പനും വല്യപ്പനും കൂടെ ആ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്ത പരുവത്തിലാക്കി കളഞ്ഞു. അങ്ങനെ ആ ദേശത്ത് ന്യായപ്രമാണം കേൾക്കാത്ത അവസ്ഥയിലേക്ക്, ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം ജനം മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റപ്പെട്ട ആ ജനത്തെ ഇവൻ ഈ വചനം കേട്ട് കഴിഞ്ഞ സമയത്ത് വാട്ട് ഹി ഡിഡ്, അവിടുത്തെ എല്ലാ മഹാപുരോഹിതനെ വിളിച്ചു വരുത്തി, അവിടുത്തെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി, പട്ടണവാസികളെ മുഴുവൻ വിളിച്ചു വരുത്തി, പ്രഭുക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഇത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇവൻ പറയുകയാണ്, നമ്മൾ ഇനി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. അവൻ ഹുൽദ പ്രവാചകിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനൊരു സംഭവം കേട്ടു, ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവൻ നിലവിളിച്ച് ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ അവൻ്റെ താഴ്മ കാരണം എന്ത് സംഭവിച്ചു? ദൈവം പറയുകയാണ്, കർത്താവ് അരുളി ചെയ്തൊരു കാര്യമാണ്, ഞാൻ നിൻ്റെ കാലഘട്ടത്തിൽ ഈ ദോഷം വരുത്തത്തില്ല എന്ന് പറയാണ്. പക്ഷേ അത് കേട്ടിട്ട് അപ്പോൾ അവന് ചിന്തിച്ചെന്തുവാ, എൻ്റെ കാലത്തിൽ ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, എന്നാൽ പിന്നെ ഇനി അങ്ങ് ജീവിച്ചേക്കാം എന്ന് ചിന്തിച്ചോ? ഇല്ല. പകരം സർവ്വജനത്തെയും വിളിച്ചുകൂട്ടി, പട്ടണത്തിലുള്ള സർവ്വജനത്തെയും പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു റീഡെഡിക്കേഷൻ നടത്തുകയാണ്. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തെ ഞങ്ങൾ ഇനി സേവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ഒരു വലിയ റിവൈവൽ ആ രാജ്യത്ത് സംഭവിക്കുകയാണ്. പിന്നീട് അവർ വലിയ പെസഹ ആചരിക്കുന്നുണ്ട്. ആ പെസഹ നമ്മൾ വചനം വായിക്കുന്നത് ശമൂവേലിൻ്റെ കാലത്തിന് ശേഷം ഇതുപോലൊരു പെസഹ അവർ ആചരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു വലിയ മനംതിരിവ്, ഒരു റിഫോർമേഷൻ, ഒരു റിവൈവൽ ആ രാജ്യത്ത് കൊണ്ടുവരുവാൻ ഒരു കൊച്ചു പയ്യന് സാധിച്ചു. മനസ്സിലാവുന്നു? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഏൽപ്പിച്ചു കൊടുത്താൽ ഏജ് ഒന്നും ഒരു വിഷയമല്ല. കർത്താവിന് ആരെ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ അതിനെന്ത് ചെയ്യണമെന്നറിയാവോ? ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തിൻ്റെ മുമ്പിൽ തീരുമാനമെടുക്കാനും ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാനുമുള്ള ഒരു താല്പര്യവും സമർപ്പണവും
തീരുമാനവും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനോടുകൂടെ ആരുണ്ടായിരിക്കും? കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു കാര്യം നമ്മളിവിടെ പറഞ്ഞു, ഇവൻ്റെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും വല്യപ്പൻ്റെയൊക്കെ ചരിത്രം നമ്മൾ കണ്ടല്ലേ. എന്നാൽ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അവൻ്റെ അമ്മയുടെ പേര് യദീദ എന്നായിരുന്നു. യദീദ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൾ എന്നാണ് അർത്ഥം. അത് ജദീദ എന്ന് പറഞ്ഞ വാക്ക് വന്നിരിക്കുന്നത് ശലോമോന് ദൈവം കൊടുത്ത പേരാണ്, ജദീദിയ. ജദീദിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവയ്ക്ക് പ്രിയനായവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ ശലോമോൻ ഉണ്ടായ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ശലോമോന് കൊടുത്ത പേരായിരുന്നു ജദീദിയ എന്നുള്ളത്. പക്ഷേ ദാവീദ് അത് മാറ്റിയിട്ട് ശലോമോൻ ആക്കി. എനിഹൗ, എന്തായാലും ഈ ജദീദ എന്ന വാക്കിൻ്റെ അർത്ഥം, ജദീദിയ എന്ന് പറയുന്നത് യഹോവയ്ക്ക് പ്രിയനായവൻ, ജദീദ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവൾ എന്നാണ് അർത്ഥം. ഈ അമ്മ, നമുക്ക് ഇവനെ 8 വയസ്സുള്ളൊരു കുഞ്ഞ് ഇത്രമാത്രം ചേഞ്ചസ് ഒരു രാജ്യത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ കാരണം? അവൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്നൊരു അമ്മയുണ്ടായിരുന്നു. കാരണം അവിടെ പറഞ്ഞു, ഇവൻ്റെ അപ്പൻ്റെ വല്യപ്പൻ്റെയും ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അവൻ്റെ അമ്മ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തയായ സ്ത്രീയായിരുന്നു. നിങ്ങൾക്കറിയാമോ ഇവരുടെ ഉള്ളിൽ കൂടെ കടന്നുപോയ അവസ്ഥ? ഇവൻ്റെ വല്യപ്പനും അപ്പനും ചെയ്ത പ്രവൃത്തികൾ അറിയാമോ? ആക്ച്വലി ആ ഒരു സബ്ജക്റ്റ് പിന്നീട് ഒന്ന് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാനത് ചിന്തിച്ചു, പക്ഷേ ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഈ യഹൂദ ഇസ്രായേൽ കാലഘട്ടങ്ങളിൽ നടന്നിരുന്ന ഒരു വലിയ ദുഷ്പ്രവൃത്തിയാണ് മക്കളെ അഗ്നിപ്രവേശം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ. അതായത് മോളേക്കിൻ്റെ വലിയ വെങ്കല പ്രതിമ, വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട്, അതായത് മെറ്റൽ കൊണ്ടുള്ള പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട്, ഇത് ബ്രാസ് കൊണ്ടുള്ള പ്രതിമ, വലിയ പ്രതിമ, ഇങ്ങനെ നിൽക്കുന്ന പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചുവടിൽ തീ കൂട്ടി കത്തിച്ച് ഇത് പഴുപ്പിക്കും. അത് പഴുപ്പിച്ച ശേഷം കുഞ്ഞുങ്ങളെ അതിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കും. ഇങ്ങനെ ഇരിക്കുന്ന പ്രതിമയുടെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ വെച്ച് കൊടുക്കും. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾ അതിനകത്ത് കിടന്ന് വെന്ത് കരിഞ്ഞു പോകും. അത് ദൈവത്തിന് ബലിയായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ആ നാട്ടിലുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അത്തരം ഒരു ദുഷ്പ്രവൃത്തി ഇവൻ്റെ അപ്പനും വല്യപ്പനും ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ വചനം വായിച്ചാൽ മനസ്സിലാവും. ഇവർ സർവ്വവിധ ദുർഭൂതങ്ങൾക്കും ബലി കഴിച്ചവരാണ്. ഈ ദുർഭൂതങ്ങളെ സേവിച്ചവരാണ് ഈ ആമോനും മനാശയും. മനസ്സിലായോ? അപ്പോൾ ഇത്തരം ഒരു ബലിയായി തീരേണ്ട ഈ കുഞ്ഞിന് വേണ്ടി ഒരു പക്ഷേ ഈ അമ്മ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു കാണും. ഇവള് വിവേകമുള്ളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് ഈ കുഞ്ഞ് വിവേകമുള്ളവരായി തീർന്നത്. അമ്മമാർക്ക് അപ്പന്മാർക്ക് വിവേകമില്ലെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വിസ്ഡം എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. ഈ വിസ്ഡം നമുക്ക് എങ്ങനെ പ്രാപിക്കും? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. അതില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങിക്കോണം. കാരണം എന്താ പറയുമോ, വിവേകമില്ലാത്ത സ്ത്രീ പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പന്നിയുടെ മൂക്കിൽ നല്ല ഡയമണ്ട് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മൂക്കുത്തി ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ വിവേകം ആർക്കുണ്ടായിരിക്കണം? അത് യൂസ്ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ കഴിവുള്ള ഒരു വിസ്ഡം നമ്മൾ ദൈവത്തിൽ നിങ്ങളിൽ ഒരുത്തന്നെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ തന്നോട് ചോദിക്കുന്ന ഏവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അപ്പോഴവന് ലഭിക്കും. എന്നാൽ ചോദിക്കുന്നവൻ സംശയിക്കാതെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിസ്ഡം ആരിൽ നിന്ന് പ്രാപിക്കണം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഭയമുള്ളവർക്കാണ് എന്ത് സംഭവിക്കുന്നത്? വിസ്ഡം ലഭിക്കുന്നത് അല്ലേ? യഹോവ ഭയമുള്ളവന് ജ്ഞാനം ലഭിക്കും. ദൈവത്തിന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനം പ്രാപിച്ച ഇവൻ്റെ അമ്മ ഒരു പക്ഷേ ഇവൻ്റെ പിന്നിൽ ഡ്രൈവ് ചെയ്ത് കാണും. ഈ 8 വയസ്സുള്ള കുഞ്ഞിന് ഒരിക്കലും അങ്ങനെ രാജ്യം ഭരിക്കാൻ ഒക്കത്തില്ല അല്ലേ? ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ ഹിസ് അസോസിയേഷൻ എങ്ങനെയുള്ളായിരുന്നു? ഹിൽക്കിയാവ്, ഷാഫാൻ മുതലായ ദൈവഭക്തന്മാരായ ആളുകളായിരുന്നു അവന് കൂട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ കണ്ട് റെഹബയാമിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? അവൻ്റെ അസോസിയേഷൻ വാസ് റോങ്. ഹി വാസ് ഇൻ എ റോങ് കമ്പനി. ആ റോങ് കമ്പനിയാണ് അവനെ നാശത്തിലേക്ക് നയിച്ചത്. അവൻ്റെ പ്രായമുള്ള മെച്യൂർഡ് ആയിട്ടുള്ള ആളുകൾ അവന് നല്ല ഉപദേശം കൊടുത്തതാ. ഈ നല്ല ഉപദേശം കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു, അവർ പറയുന്ന പോലെ കേക്ക് അല്പം ഒന്ന് ഫ്ലെക്സിബിൾ ആവും, അങ്ങനെയാണെങ്കിൽ അവർ നിനക്ക് കീഴടങ്ങിയിരിക്കും എന്ന് പറഞ്ഞ സമയത്ത്, കാരണം ഇവർക്കറിയാം പവർ ഓഫ് ദ മൾട്ടിറ്റ്യൂഡ്. ഈ പറഞ്ഞ പ്രായമുള്ളവർക്ക് മനസ്സിലാവും. ഏത് വലിയ രാജാക്കന്മാരെയും വീഴ്ത്തിയിട്ടില്ല. ഇപ്പോൾ കാണാം, നമുക്ക് പല രാജ്യങ്ങളിലും റൈറ്റ് ഉണ്ടായിട്ട് അവർ രാജ്യങ്ങൾ ഇട്ടെറിഞ്ഞ് പോയ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. സോ പബ്ലിക് എന്ന് പറയുന്ന സംഭവത്തെ അത് സ്നേഹത്തിലും കരുതലിലും ഒരുക്കി നിർത്താനും കരുതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിസ്ഡം ഈ പ്രായമുള്ളവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുത്തത്. ഇത് പറഞ്ഞു കൊടുത്തത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സില്ലാതെ ഹി ആക്സെപ്റ്റഡ് ദ അഡ്വൈസ് ഓഫ് ദ യങ് ഇഗ്നറൻറ്റ് ഫൂളിഷ് പീപ്പിൾ. അവർക്ക് ആ ദൈവത്താലുള്ള അഡ്വൈസ് സ്വീകരിക്കേണ്ടതിന് പകരം, പരിജ്ഞാനത്തിൻ്റെ ഉപദേശം പ്രാപിക്കേണ്ടതിന് പകരം ഭോഷത്വം സ്വീകരിച്ചുകൊണ്ടാണ് റെഹബയാമിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചത്. എന്നാൽ ഇവിടെ നമുക്ക് ജോസിയാവിൻ്റെ ജീവിതത്തിൽ കാണുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ അമ്മയ്ക്കും അവിടുത്തെ പുരോഹിതനും അവനെ ഉപദേശിക്കുന്ന ആളുകൾക്ക് അവൻ അസോസിയേറ്റഡ് ആയിരുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ പ്രോസ്പറായി തീർന്നു. അവൻ ഒരുപാട് വലിയ ചേഞ്ചസ് രാജ്യത്ത് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ആ ചരിത്രം പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല.
അത്ഭുതകരമായ മാറ്റമാണ് ഒരു കൊച്ചു പയ്യൻ ആ രാജ്യത്ത് കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ നമ്മൾ നോളജ് പ്രാപിക്കണം, വിസ്ഡം പ്രാപിക്കണം. ആ വിസ്ഡം നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. അത് എങ്ങനെ പ്രാപിക്കണം? പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കണം. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ച് നമ്മളതിൽ നിലനിൽക്കുകയും ചെയ്യണം. ദൈവസ്നേഹത്തിൽ വളരണമെന്നാണ്. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ജോസിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ദാരുണമായ ഒരു കാര്യം, വളരെ എന്താ പറയുക, ട്രാജിക്കായിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇവനെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച ശേഷം ജോസിയാവ് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാതെ ഫറവോൻ നെഖോയോട് യുദ്ധത്തിന് പോയി. നെഖോ അസീറിയൻ കിങ്ഡത്തോട് യുദ്ധത്തിന് പോയ സമയത്ത് ആൻഡ് ഹി ഹാഡ് നത്തിങ് ടു ഡു വിത്ത് നെഖോ. ഈ ജോസിയാവിന് നെഖോയോട് യാതൊരു പ്രശ്നവുമില്ല, അസിറിയോടും പ്രശ്നമില്ല. ഇവന് അവൻ്റെ കാര്യം നോക്കി ഇറങ്ങിയിരുന്നേ മതി. പക്ഷേ ഇവൻ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി ദൈവത്തിൻ്റെ ആദരവ് ചോദിക്കാതെ ആരോട് യുദ്ധത്തിന് പോയി? ഫറവോൻ നെഖോയോട് യുദ്ധത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ ഇവൻ ഈ പോണ സമയത്ത് ഇവനോട് പറഞ്ഞു, നീ ഇതിന് ഇടപെടണ്ട, നിനക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ല, നീ വിഷയം വിട്ടുപിടി എന്ന് പറഞ്ഞ സമയത്ത് അവനത് കേൾക്കാതെ അവൻ ദൈവഹിതത്തിന് വിരോധമായി അവൻ ഈ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോയി. അവിടെ വെച്ചൊരു അമ്പെയ്തും അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. മനസ്സിലായോ? അവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഒന്ന് വഴുതിപ്പോയി. ദൈവമക്കളെ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ ഡ്രാസ്റ്റിക് ചേഞ്ചസിലേക്ക് കൊണ്ടുവരാൻ അത് പോസിറ്റീവായിട്ടും സാധിക്കും, നിത്യനാശത്തിലേക്കായിട്ടും സാധിക്കും. നമ്മുടെ ലൈഫിൽ ആ വിസ്ഡം പ്രാപിക്കണം. നമ്മളത് എങ്ങനെ, ഏത് കാര്യത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കാം, എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാം, എങ്ങനെ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കാം എന്നുള്ള ഒരു ഡിസേൺമെൻറ്റ് നമ്മൾ ആരിൽ നിന്ന് പ്രാപിക്കണം? പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കണം. നിത്യേന നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധം പുലർത്തുന്നവരായിരിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. യോശിയാവിനെ പറ്റി പറയുമ്പോൾ അവൻ യഹോവയെ വിട്ടുമാറാതെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറ്റിച്ചേർന്ന് ദൈവത്തോട് കൂടെ നടക്കുന്ന, സകലത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുന്ന, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ മനസ്സൊരുക്കമുള്ള ഒരു നല്ല വ്യക്തിയായിട്ട് അവൻ ആരംഭിച്ചു വളർന്നു. അങ്ങനെ ഒരു വളർന്ന സമയത്താണ് ദൈവം അവനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ദൈവത്തോട് എല്ലായ്പ്പോഴും ഒന്ന് പറ്റിച്ചേർന്നിരിക്കുവാൻ, ഹൃദയം കൊണ്ട് ദൈവത്തോടൊന്ന് അറ്റാച്ച്ഡ് ആയിരിക്കുവാൻ, വിട്ടുമാറാതിരിക്കുവാൻ. ദൈവത്തോടുള്ളൊരു പ്രേമമുണ്ടല്ലോ, ദൈവത്തോടൊരു സ്നേഹമുണ്ടല്ലോ, ആഴമാർന്നൊരു സ്നേഹം. ആ ആഴമായ ദൈവത്തോടുള്ള സ്നേഹം ഒന്ന് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ, വാദിക്കുവാൻ, പ്രയോജനപ്പെടുവാൻ നമ്മളെ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ ദൈവം ഉപയോഗിക്കും. ദൈവത്തിന് ഒരു വ്യക്തിയെ എങ്ങനെ മാറ്റം വരുത്താൻ കഴിയും, ഏതൊക്കെ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ ലോകത്തിൽ കൊണ്ടുവരാൻ കഴിയും, ദൈവത്തിൻ്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കപ്പെട്ട അനേകരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മളെ ഒന്ന് കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ, അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാരണം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അത് തികയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാനൊരു ഭാഗ്യം നമുക്ക് തന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാനും, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കുവാനും, യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെ മനസ്സിലാക്കുവാനും, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിച്ചെങ്കിൽ, ആ ആഴത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ആ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒന്ന് മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞാൽ, കർത്താവിന് വേണ്ടി ഒന്ന് പ്രയോജനപ്പെടാൻ കഴിഞ്ഞാൽ, നമ്മൾ വിസ്ഡം ഉള്ളവരായിട്ട് തീർന്നാൽ, നമ്മൾ വിസ്ഡം പകർന്നു കൊടുക്കുന്നവരായി തീർന്നാൽ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പ്രയോജനമുള്ളവരായി തീർന്നാൽ, നമ്മൾ പരസ്പരം കംഫർട്ട് ചെയ്യുന്നവരായി തീർന്നാൽ, പരസ്പരം എൻകറേജ് ചെയ്യുന്നവരായി തീർന്നാൽ, ഇൻസ്പയർ ചെയ്യുന്നവരായി തീർന്നാൽ, നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും? ബ്ലെയിംലെസ് ആൻഡ് പ്യുവറായിട്ട് നമ്മൾ തീരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ നമ്മൾ നീതിഫലം നിറഞ്ഞവരായി തീരും. ഫ്രൂട്ട് ഓഫ് ദ ജസ്റ്റിസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നല്ലേ, നീതിഫലം, ഫ്രൂട്ട് ഓഫ് റൈറ്റ്യസ്നെസ്. ദൈവത്തിനൊരു നീതിയുണ്ട്. ആ നീതി നമ്മളിൽ നിവർത്തിക്കത്തക്ക രീതിയിൽ നമ്മൾ അനേകർക്ക് നീതിയായി തീരണം, അനുഗ്രഹമായി തീരണം. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ, ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു ഓൾ.